ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണല്ലോ. ജെയ്നാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കക്ക ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്കിന്ന് നല്ല ഫ്രഷ് കക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിൽ കണ്ണൂരെല്ലാം ഇതിനെ കൂർക്കാന്നാന്ന് പറയാം. കൂർക്കാന്ന് പറഞ്ഞിട്ട് ഒരു കിഴങ്ങുണ്ട്, പക്ഷെ ആ കിഴങ്ങല്ല കേട്ടോ, ഇത് വേറെ തന്നെ. ഇതിന്റെ പുറത്തൊരു കറുത്ത ഷെല്ലാണുണ്ടാവുക. നമ്മുടെ കല്ലുമ്മക്കായെല്ലാം ഉണ്ടല്ലോ, അതുപോലത്തെ ഇളമ്പക്ക കല്ലുമ്മക്കായെല്ലാം പോലെ ഇതിന്റെ പുറത്തൊരു കറുത്ത ഷെല്ലുള്ള ഒരു ഇതാണ് കേട്ടോ. അതൊന്ന് പുഴുങ്ങിയെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ കക്ക ഇറച്ചി കിട്ടും. ഇതിന്റെ ഈ സൈഡിൽ കുറച്ച് വേസ്റ്റ് ഉണ്ടാവും. അത് നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കണം ആദ്യം. ഇത് ക്ലീൻ ചെയ്തെടുക്കാണ്ട് നമുക്ക് കഴിച്ചാൽ നമുക്ക് വയറിനും കേടാണ്, കഴിക്കാൻ ഒട്ടും പറ്റൂല കേട്ടോ. നന്നായിട്ട് പൂഴി നമുക്ക് വായിൽ ഇങ്ങനെ കടിക്കും, മണൽ കടിക്കും. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് അടിപൊളി ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം, അതിനുശേഷം കാണാം. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഞാനിവിടെ കക്ക ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് കക്കയെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ പുറകെയുള്ള വേസ്റ്റ് എല്ലാം കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കണ്ണൂരെല്ലാം കക്ക കൂർക്കാന്നാണ് കേട്ടോ പറയാം. അപ്പൊ നമ്മള് കൂർക്ക ഫ്രൈ നമുക്ക് ഇനി ആക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ക്ലീൻ ചെയ്ത കൂർക്കയിലേക്ക് നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ നിറച്ചും മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കൂർക്കക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂർക്കേന്റെ എല്ലാ ഭാഗത്തേക്കും പൊടികൾ എത്തുന്ന വിധത്തിൽ നന്നായിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ആദ്യം നമ്മൾ ഇങ്ങനെ ചെയ്ത് വെക്കണം കേട്ടോ, എന്നാൽ കൂർക്കക്ക് നന്നായിട്ട് ഉപ്പ് വരുമെല്ലാം പിടിക്കും. അപ്പോൾ നമ്മളെ കൂർക്കയില് മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കൂർക്ക ഫ്രൈ ആക്കാം. അപ്പോൾ കൂർക്ക ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോൺ സ്റ്റിക്കിന്റെ പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണയിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇട്ടുകൊടുത്ത ഉള്ളി നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് നല്ല ഫ്രഷ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇട്ടുകൊടുത്ത ഉള്ളി ഒരു ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാം. അതിന്റെ കൂടെ തന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരണം. അതിനുശേഷം നമുക്ക് മസാല പുരട്ടി വെച്ച കൂർക്ക ചേർത്ത് കൊടുക്കാം. കൂർക്ക അല്ലെങ്കിൽ കക്ക, എല്ലാവർക്കും കൂർക്ക എന്ന് പറയുമ്പോൾ അറിയില്ല. കൂർക്ക ഒരു കിഴങ്ങുണ്ട്, കിഴങ്ങല്ല ഇത്. കക്കക്ക് നമ്മളിവിടെ കണ്ണൂര് കൂർക്ക എന്ന് പറയുന്നതുണ്ട് കേട്ടോ. ഉള്ളി പെട്ടെന്ന് വഴങ്ങുവരെ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇട്ട് കൊടുത്ത ഉള്ളിയെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇട്ട് കൊടുത്ത ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പൊടികളെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളെ പച്ചമണം ഒന്ന് ചെറുതായിട്ട് മാറി വരുമ്പോൾ നമുക്ക് മസാല പുരട്ടി വെച്ച കൂർക്കി ഇട്ട് കൊടുക്കുക കേട്ടോ, കക്കി ഇട്ട് കൊടുക്കുക. പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ തീ എപ്പോഴും സിമ്മിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവേ. അപ്പോൾ നമ്മളെ പൊടികളെ പച്ചമണെല്ലാം മാറി പൊടിയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച കൂർക്ക അല്ലെങ്കിൽ കക്ക ഇട്ട് കൊടുക്കുക കേട്ടോ. കൂർക്കയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇനി ഫ്രൈ ആയിട്ട് വരണം കേട്ടോ.
ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ കൂർക്ക നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും. കാരണം ഇത് ഓൾറെഡി പകുതി വെന്ത കൂർക്കയാണ്. അപ്പോൾ കുറച്ചും കൂടി ഇത് വേവേണ്ടു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കണം കേട്ടോ. എല്ലാവരും ഇങ്ങനെ കൂർക്ക വറവെല്ലാം ഉണ്ടാക്കലുണ്ടോ എന്ന് എന്നോട് പറയണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ കൂർക്കെല്ലാം കക്കയെല്ലാം കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറുന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു 2 മിനിറ്റ് അടച്ചു വെക്കാം. തീ സിമ്മിലിട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു. അപ്പോൾ അതൊരു വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കൂർക്ക അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണ്ട, ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ നമുക്കിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് കേൾക്കും. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചേർത്ത് കൊടുക്കണം എന്ന് വെച്ചാൽ, ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ, തേങ്ങ. നമുക്ക് ചിരണ്ടിയ തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് വരും. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ തേങ്ങയും ചേർത്ത് സിമ്മിലൊന്ന് ഒരു 2-3 മിനിറ്റും കൂടി നമുക്ക് അടച്ചു വെക്കാം. നമുക്കിതിനെ വറവ് എന്നോ അല്ലെങ്കിൽ ഫ്രൈ എന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. ചിലപ്പോൾ കൂർക്ക വറവ് എന്ന് പറയും, അല്ലെങ്കിൽ കൂർക്ക ഫ്രൈ എന്ന് പറയും. എന്തായാലും സാധനം അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ കൂർക്ക വറവ് ഉണ്ടാക്കാത്തവര് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണേ. കൂർക്ക എന്ന് പറഞ്ഞിട്ടൊരു കിഴങ്ങുണ്ട്. കിഴങ്ങല്ല, ഇത് നമ്മൾ കണ്ണൂര് മാത്രം കൂർക്ക എന്ന് പറയുന്നത്. കക്കക്ക് നമ്മൾ ഇങ്ങോട്ട് കൂർക്കാന്നേ പറയില്ല കേട്ടോ. കക്ക എന്ന് പറയൽ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ കൂർക്ക എന്ന് തന്നെ പറഞ്ഞു പോകുന്നത്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ചു വെക്കണമെന്നില്ല, ഇങ്ങനെ വെറുതെ ഇതായിട്ട് ഇടക്കിടക്ക് മിക്സ് ചെയ്ത് കൊടുത്തോന്നാലും മതി കേട്ടോ. ഞാൻ ഏതായാലും ഒരു 2 മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട്. എന്നാൽ ചെറിയ തീയിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ടത് വെന്ത് കിട്ടും. അപ്പൊ എന്തെങ്കിലും വേവം ബാക്കിയുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടി നമുക്കിത് അടച്ചു വെക്കാം. നമുക്ക് മൂടി വെച്ച് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മളെ കൂർക്ക ഫ്രൈ അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പൊ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ആഹാ, നല്ല മണം. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. എന്താ, കൂർക്ക നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ഒരു ടച്ച് പോലെ ഞാനൊരു 2-3 വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു കറിവേപ്പില തണ്ടിന്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും വെളുത്തുള്ളിയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ട ഒരു പൊട്ടൽ കിട്ടാം, അത് ഫ്രൈ ആയി വരുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമ്മള് കൂർക്ക വറവ് അല്ലെങ്കിൽ കൂർക്ക ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? ഇതുപോലെ കൂർക്ക ഫ്രൈ ഉണ്ടാക്കാത്തവര് എന്തായാലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മളെ കൂർക്ക ഫ്രൈ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഉപ്പ് വരും എല്ലാം ചെക്ക് ചെയ്ത് നോക്കി, എല്ലാം കറക്റ്റാണ്, പെർഫെക്റ്റ് ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.